അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ബി.ജെ.പിയും ആർ.എസ്.എസും CPM-ഉമായി ഏതാണ്ട് ധാരണയായി കണ്ണൂരിലെ അക്രമങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ബി.ജെ.പിക്കെതിരെ ഉണ്ടാക്കി വെച്ച ബോംബല്ല, അതേസമയം കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതികരണങ്ങളും ആ രൂപത്തിലാണ്. ബി.ജെ.പി ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്താണ് ബി.ജെ.പിയുടെ പ്രതികരണം? കോൺഗ്രസിൻ്റേത് തൽക്കാലത്തേക്ക് രാഷ്ട്രീയപരമായി ഇതിൽ എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന് കാണാൻ വേണ്ടി ആളുകൾക്കിടയിലേക്ക് ഇത് തങ്ങളൊരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ആരോപണമാണിത്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, എപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും CPM-ൻ്റെ ഭാഗത്തു നിന്ന് RSSൻ്റെയും BJP-യുടെയും പ്രവർത്തകന്മാർക്ക് നേരെയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴും ആ തരത്തിലൊരു സംഘർഷത്തിനുള്ള കോപ്പ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ആർക്കെതിരെ എന്നുള്ളതല്ല, ഒരു വ്യക്തിക്കെതിരെ എന്നുള്ളതല്ല, ഒരാശയത്തിനെതിരെ, ഒരു രാഷ്ട്രീയ പ്രതിയോഗിക്കെതിരെ അത് പ്രയോഗിക്കുന്നതല്ല. അത് കോൺഗ്രസിനെതിരെയാണെങ്കിൽ അത് അവർ നോക്കിക്കാണണം. അതിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രതിയോഗി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പ്രധാനമായും BJP-യെ സംബന്ധിച്ച് CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് BJP-ക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗം എന്നുള്ള നിലക്കാൻ. അതുകൊണ്ടാണ് എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോൾ BJP പ്രവർത്തകന്മാർക്ക് നേരെ, RSS പ്രവർത്തകന്മാർക്ക് നേരെ നിരന്തരമായി ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉയർത്തിവിടുകയും അത് പിന്നീട് ഒരു കലാപത്തിലേക്കും സംഘർഷത്തിലേക്കും എല്ലാം വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് മാഷ്, എനിക്ക് അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. അദ്ദേഹം ഇതിനെയെല്ലാം ഡിസോൺ ചെയ്യാൻ, ഞങ്ങളിതല്ല, ഞങ്ങളുടെ പ്രവർത്തകരല്ല, ഞങ്ങളല്ല ഇതെല്ലാം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KK രമ സൂചിപ്പിച്ചതുപോലെ അവർക്കിടെ ആ മരണപ്പെട്ട സ്ഥലത്തേക്ക് നേതാക്കന്മാർ പോകണ്ടേ? എന്തുകൊണ്ട് പോയില്ല? അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ആലപ്പുഴയിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കുന്ന സാഹചര്യമുണ്ടായി. ആരായിരുന്നു അത് ചെയ്തത്? എപ്പോഴും CPM ചെയ്യുന്ന ഒരു വാദം, അവർ തന്നെ അവരുടെ ഭാഗമായി നിൽക്കുന്ന ഫ്രാക്ഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ അക്രമം സൃഷ്ടിക്കുക, അവർ തന്നെ ആ ആളുകളെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആക്രമിച്ച് തകർക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതിനുശേഷം വളരെ പെട്ടെന്ന് അതേ അക്രമം നടക്കുന്ന ദിവസം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ ആ കേസ് കെട്ടിവെക്കുക, അവരെ പ്രതികളായിട്ടുള്ള ആളുകളായിട്ട് ചേർത്ത് അറസ്റ്റ് ചെയ്യുക, പ്രതിപ്പട്ടികയിൽ ചേർക്കുക. പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഈ തരത്തിൽ RSS BJP പ്രവർത്തകന്മാർക്കെതിരെ നിരവധി കള്ളക്കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ കേസിലെ പ്രതികൾ RSSകാരല്ല, BJPക്കാരല്ല എന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെട്ട് തുടരന്വേഷണങ്ങളിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് CPM-ൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. മർഡർ കേസുകളിൽ എത്ര തവണ അതുണ്ടായിരിക്കുന്നു. ആലപ്പുഴയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാനതുകൊണ്ടാണ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കുന്ന കേസ് പ്രാഥമികമായി സൂചിപ്പിക്കാൻ തയ്യാറായത്. ആ കേസിന്റെ തുടക്കത്തിൽ തന്നെയും RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരുമാണ് തകർത്തത് എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾക്കെതിരെ കേസെടുക്കാനും എത്രയോ ആളുകളുമായി നടപടികൾ സ്വീകരിക്കാനും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതെല്ലാം CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ അതിൽ പ്രതി ചേർക്കപ്പെട്ടു. ആരുടെ സ്മാരകമാണ് തകർത്തതെന്ന് ആലോചിക്കണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കാൻ അതിനുവേണ്ടി ചോരയും നീരും കൊടുത്ത സഖാവ് പി കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകളുടെ സ്മാരകം തകർത്ത കേസ്, അതിൽ ഇന്നത്തെ കാലത്തെ CPM-ന്റെ നേതാക്കളുടെ പ്രതികളാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതു തരം മാനസികാവസ്ഥയാണ്? അപ്പോൾ സ്വന്തം പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ സ്മാരകം തകർക്കാൻ ഗൂഢാലോചന ചെയ്തവർ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള, എതിർ ആശയത്തിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിലുള്ള ആളുകളെ തകർക്കാൻ എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അവർ എന്തും ചെയ്യും. അവർ ബോംബുണ്ടാക്കും, അവർ ആയുധങ്ങൾ ശേഖരിക്കും, അവർ അക്രമങ്ങൾ നടത്തും, അവർ കൊലപാതകങ്ങൾ നടത്തും. അതിന് 1 വെട്ട് 2 വെട്ട് 52 വെട്ട് എന്നുള്ളതല്ല. ഏത് വിധേനയും ബോംബെറിഞ്ഞും അക്രമം നടത്തിയും മാരകമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിയും സംഘർഷങ്ങൾ ഉണ്ടാക്കി ആ സ്ഥലത്തൊരു രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ നിരന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളുമായി വരാൻ തയ്യാറാകുന്നതിൻ്റെ ഭാഗമാണിത്. ഇത് കുറച്ച് മുന്നേ നമ്മൾ അറിഞ്ഞു. ഇത് ബോംബ് പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഇതിലൊരു കാഷ്വാലിറ്റി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇതെന്തായിരുന്നു സംഭവം? ഇപ്പോൾ പോലീസ് പുറത്ത് പറയുന്നത് കുറച്ച് ബോംബുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അതിൽ എത്ര എണ്ണമുണ്ട്, എവിടേക്കെല്ലാം പോയി, ആരെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി, ഏതെല്ലാം ആളുകൾക്ക് ഇതിൽ ഭീഷണിയുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തണ്ടേ, അത് പുറത്തുവിടണ്ടേ? ഏതെല്ലാം CPM-ന്റെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കണ്ടേ? അപ്പോൾ വളരെ ഗുരുതരമായി ഇത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് വളരെ ഗുരുതരമായി എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ഈ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള അക്രമത്തിനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും ഏത് രാഷ്ട്രീയ സംവിധാനത്തിനെതിരെ, ഏത് രാഷ്ട്രീയ പ്രതിയോഗിക്കെതിരെ എന്നുള്ളത് കണ്ടെത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പ്രധാനമായും കഴിയൂ. കേരളത്തിലെ പോലീസ് അത് കണ്ടെത്തുമെന്ന് യാതൊരു തരത്തിലുള്ള വിശ്വാസവും എനിക്കില്ല. അതുകൊണ്ട് ഇത്
തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാർ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ ഗൗരവമായി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് അത് കണ്ണൂരിലാണെങ്കിലും വടകരയിലാണെങ്കിലും ഇത് അവിടെ ഒതുങ്ങി നിൽക്കുന്നതല്ല. കാരണം CPM അക്രമം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല അക്രമത്തിനും നേതൃത്വം കൊടുക്കുന്നത്. അത് മറ്റ് പല ജില്ലകളെ കേന്ദ്രീകരിച്ചോ മറ്റ് പല മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചോ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം അത് നടത്തുകയും ഇത് നിർമ്മിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ അവർ വഴി ഇത് എവിടേക്കാണ് വിതരണം ചെയ്യപ്പെട്ടുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി കഴിഞ്ഞാലും വോട്ടെണ്ണുന്ന ദിവസം വരെ ഇത് ഒരു തുടർ പ്രക്രിയയാണ്. ഈ തരത്തിലുള്ള ആയുധ ശേഖരണവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തുടർ പ്രക്രിയയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്ന അക്രമത്തിന്റെയും അതല്ലെങ്കിൽ സൃഷ്ടിക്കാൻ പോകുന്ന അക്രമത്തിന്റെയും എല്ലാം ഒരു കോപ്പുകൂട്ടലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണവും കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഈ തെരഞ്ഞെടുപ്പ് ഒരു സംഘർഷത്തിന്റെ മുൾമുനയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.